ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഇന്ത്യൻ എക്കണോമി തകരുമോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു യുദ്ധം ഇന്ത്യയെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ പ്രൈസ് ക്രമാതീതമായി വർദ്ധിക്കണം. അതായത് ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോയാൽ മാത്രമേ ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഓയിലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് $72 പെർ ബാരൽ വരുന്നത്. ഈ 72 രൂപ എന്ന് പറയുന്നത് വളരെ ഹയർ പ്രൈസ് ഒന്നുമല്ല. ഇപ്പൊ ഇത്രയും മീഡിയയിലൊക്കെ ഇത്രയും കോൺഫ്ലിക്റ്റുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇത് വലിയ ഇഷ്യൂയിലേക്ക് പോകുമെന്നൊക്കെ പറയുന്ന രീതിയിൽ ചർച്ചകൾ വന്നിട്ട് പോലും 72 രൂപയിൽ തന്നെയാണ് ഇപ്പോഴും ഓയിൽ പ്രൈസ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ 2022 റഷ്യയും യുക്രൈനും തമ്മിലുള്ള വാർ ഉണ്ടായിരുന്ന സമയത്ത് $130 പോയിട്ടുണ്ടായിരുന്നു ഓയിൽ പ്രൈസ്. അത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ ലോവർ പ്രൈസിലാണ് ഇപ്പോൾ ഓയിൽ നിൽക്കുന്നത്. ഇനി ആകെയുള്ള ഒരു ത്രെട്ട് എന്ന് പറയുന്നത് ഇറാന് സ്ട്രൈറ്റ് ഓഫ് ഹോമസ് എന്ന് പറയുന്ന ഒരു റൂട്ട് ഉണ്ട്. അതായത് വേൾഡിൽ ഏകദേശം 20% ഓയിൽ സപ്ലൈ പോകുന്ന ഒരു റൂട്ടാണത്. അപ്പൊ ആ റൂട്ടിൽ അറ്റാക്ക് നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്ട്രപ്ഷൻസ് നടത്താൻ ഇറാന് പറ്റിക്കഴിഞ്ഞാൽ ആയിരിക്കും ഓയിലിന്റെ പ്രൈസ് കൂടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്നാണ് എക്സ്പെർട്ടുകൾ പറയുന്നത്. ഈവൻ ഇറാന് പോലും ആ റൂട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. UAE, സൗദി അറേബ്യ, ഇത്തരത്തിൽ ഇറാൻ അടുത്തുള്ള രാജ്യങ്ങളൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയ പറയുന്ന സമയത്ത് ലോജിക്കലി ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ലോജിക്കലി ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഡിസിഷൻസ് എടുക്കുക.